ഇങ്ങോട്ട് താടാ. നിന്റെ വയറുവേന എങ്ങനെയുണ്ട്? അത് ഡോക്ടറെ കാണിച്ച് പോക്കേള്. എന്നിട്ട് അവർ നിനക്ക് മരുന്നൊന്നും തന്നില്ലേ? മരുന്നൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അച്ചടാ, നല്ല ഡോക്ടർ. കാണിച്ചേ നോക്കട്ടെ. എന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞ? എന്ത് എന്തിനാടാ? വയറ് നോക്കട്ടെ, കാണിച്ചേ. നിനക്കൊന്നും എന്നെ അത്ര വിശ്വാസമില്ല. ഇല്ല, നീ കാര്യം പറ. ഞാനൊരു സർപ്രൈസ് തരായിരുന്നു. എന്നാ സർപ്രൈസ്? ഞാനും അവളും തമ്മിൽ ഇഷ്ടത്തിലാന്നുള്ളത്. ഏതാ അവള്? മറ്റേ പെണ്ണ്. ഏത് മറ്റേ ആ ശനിയാഴ്ച മാത്രം ഫോൺ എടുക്കുന്ന പെണ്ണ? അവളിപ്പോ അങ്ങനെയൊന്നുമല്ല, അവൾ വിളിച്ചെടുക്കൊന്നുമില്ല. എടാ, ഇത് മെഡിക്കൽ ഷോപ്പിലെ പെണ്ണല്ലേ? ചേട്ടേ, നീ അവളെ വിളിക്കില്ലെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ അവളെ വിളിച്ചത്. എന്നിട്ട് ഇപ്പൊ ഞാൻ അവളെ വിളിക്കാറൊന്നുമില്ല. വിളിപ്പോ പറഞ്ഞെന്താ? എടാ കോപ്പേ, അവളാണെന്ന് ഞാൻ ഇവനോട് ചോദിച്ചല്ലേ. നീ അവളെ വിളിച്ച് കുറുളേസെന്ന് ഇവനറിയില്ലല്ലോ. അപ്പൊ അവളേതാ? ഏതവള്? ഇവന്റെ കൂടെ കണ്ട പെണ്ണ്. ഒന്ന് നിർത്തണ്ടോ? നിങ്ങൾ ഈ പറയുന്ന പെണ്ണൊന്നും അല്ല ആ പെണ്ണ്. ഇത് ആ കോളേജിൽ കണ്ട കുട്ടി. പിന്നെ നിങ്ങൾ ഈ പറയുന്ന പോലത്തെ ഇഷ്ടമൊന്നും അല്ല ഞങ്ങളുടെ ഇഷ്ടം. പിന്നെ എന്നാ ഇഷ്ടാ? ഞങ്ങള് കല്യാണം കഴിക്കാൻ പോവാ. പെൺകോന്ത്. അതിനവള് സമ്മതിച്ചാ? അവക്ക് സമ്മതമാ. ഞങ്ങൾ തമ്മിൽ മുടിഞ്ഞ പ്രേമത്തില്ല. ഇനി ആര് വിചാരിച്ചാലും ഞങ്ങളെ പിരിക്കാൻ പറ്റില്ല. നമ്പർ ഉണ്ടോ അവളുടെ? ഇല്ല. എന്തിനാ? വിളിക്കാനാ. അവന്റെ ഉണ്ടോ? അവൻ തരാത്തതാ. നമ്പർ നോക്കട്ടെ. ഇതാ നിന്റെ അമ്മാവൻ. ഹലോ. ഒന്നുമില്ല. നാളെ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. ഒരു ക്യാമറ ഉണ്ടോ കയ്യില്? ക്യാമറ ഒപ്പിക്കാം. അതും കൊണ്ട് നാളെ എന്റെ കൂടെ ഒരു സ്ഥലം വരെ വരൂ. എവിടെ? അതൊക്കെ നാളെ പറയാം. ഒരു ക്യാമറ ഒപ്പിച്ചു തരൂ. You are my sugar on a busy street day. Sunny, sunny, sunny day. Oh, sugar, honey, sweeter. Come on, come on. എന്താ പറ്റിയേ? കംപ്ലീറ്റ് ആയി. ഇതിന്റെ കാറ്റ് പോയി. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോ എങ്ങനെ വീട്ടിൽ പോവാ? തള്ളറിയോ? എടുത്ത് ഫോട്ടോസ് ഒക്കെ പതിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും. നല്ല ഫോട്ടോസ് ആയിരിക്കും. ആ ബർത്ത്ഡേ ഗേളിന്റെ ഡ്രസ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വാരിയതാണോ? കോഴ്സ് കഴിയാൻ ഇനി ഒരു 3-4 മാസമല്ലേ ഉള്ളൂ. 4 മാസം. എന്നിട്ട് എന്താ പരിപാടി? പാസ്സാവണം, ഒരു ഡിസൈനിങ് കമ്പനിയിൽ വർക്ക് ചെയ്യണം, പിന്നൊരു ഡിസൈനിങ് സ്റ്റുഡിയോ തുടങ്ങി. നമ്മൾ ഡിസൈൻ ചെയ്തത് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഇട്ട് കാണുന്നത് ഒരു രസമല്ലേ? നടക്കും, എല്ലാം നടക്കും. ഞാൻ പ്രാർത്ഥിക്കാം. ഇയാളുടെ പ്ലാൻ എങ്ങനെയാ? മെക്കാനിക്കൽ അല്ലേ? വർക്ക്ഷോപ്പ് ഒക്കെ ഇട്ട് അങ്ങനെ ആവുമല്ലേ? മെക്കാനിക്കലൊക്കെ ഇപ്പൊ കഴിയും. എനിക്കൊരു മ്യൂസീഷ്യൻ ആണോ. പിന്നെന്തിനാ മെക്കാനിക്കൽ പഠിച്ചേ? മ്യൂസിക് പഠിക്കാറുന്നില്ലേ? അതോ, അതിപ്പോ തനിക്ക് ഡെയിലി രാവിലെ ഫ്രൈഡ് റൈസും സൂപ്പും വേണം. പക്ഷെ തന്റെ വീട്ടിലാണെങ്കിൽ പുട്ടും കടലക്കറിയേ ഉള്ളൂ. താൻ എന്ത് ചെയ്യും? ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാതെ പുട്ടും കടലക്കറിയും കഴിക്കും.
അല്ലേ ഞാനും അത്ര ചെയ്തുള്ളൂ. പപ്പയ്ക്കും അമ്മയ്ക്കും എന്നെ MBBS വിടാനായിരുന്നു താല്പര്യം. പക്ഷെ എനിക്ക് ഫാഷൻ ഡിസൈനിങ്. അവസാനം റോഷൻ റെക്കമെൻഡ് ചെയ്തിട്ടാണ് അവരതിന് സമ്മതിച്ചത്. ആരാ റോഷൻ? റോഷൻ ഒരു സംഭവം.